വിശ്വാസ സംരക്ഷണത്തിനാണ് ബി.ജെ.പി. പരിഗണനയെന്ന് അമിത്ഷാ. കേരളത്തിൽ വികസനം എത്തിക്കാൻ എൽ.ഡി.എഫിനോ യു.ഡി.എഫിനോ കഴിയില്ലെന്നും ഇനി കേരളത്തിന്റെ വികസനം എൻ.ഡി.എയിലൂടെയാണെന്നും അമിത്ഷാ പറഞ്ഞു. മാറ്റം വേണമെന്ന സന്ദേശം ജനം അംഗീകരിച്ചതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന കോർ കമ്മിറ്റിയിലും വൈകിട്ട് നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. कि त्रिवेंद्रम म्युनिसिपल कॉर्पोरेशन में अगर बीजेपी का मेयर आता है तो मैं आकर स्वामी पद्मनाभन को धन्यवाद करूंगा। देश के प्रधानमंत्री जी, भाजपा के राष्ट्रीय अध्यक्ष और देश भर के करोड़ों भारतीय जनता पार्टी के कार्यकर्ताओं की ओर से बहुत बहुत अभिनंदन देना चाहता हूं। हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना भाजपा का मुख्य। വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട്. ശാലിനി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് ശേഷം ബി.ജെ.പിയുടെ ചരിത്ര വിജയത്തിന് ശേഷം ആദ്യമായാണ് അമിത്ഷാ കേരളത്തിലെത്തിയത്. വിശ്വാസ സംരക്ഷണത്തിന് ബി.ജെ.പി. പരിഗണനയെന്നാണ് അമിത്ഷാ പ്രതികരിച്ചത്. കേരളത്തിൽ വികസനം എത്തിക്കാൻ എൽ.ഡി.എഫിനോ യു.ഡി.എഫിനോ കഴിയില്ലെന്നും ഇനി കേരളത്തിന്റെ വികസനം എൻ.ഡി.എയിലൂടെയാണെന്നും അമിത്ഷാ പറഞ്ഞു. മാറ്റം വേണമെന്ന സന്ദേശം ജനം അംഗീകരിച്ചതിന്റെ പ്രതിഫലമാണ് തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ഇനി എന്തൊക്കെയാണ് അമിത്ഷായുടെ പരിപാടികൾ? എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ചടങ്ങുകൾ? അമല, അല്പസമയത്തിനകം തിരുവനന്തപുരം മാരാർജി ഭവനിൽ വെച്ച് കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കൂടാതെ തന്നെ 5 മണിയോടുകൂടി നേതൃയോഗവും മാരാർജി ഭവനിൽ ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കുകയും ചെയ്യും. ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തേക്ക് എത്തിയത്. തലസ്ഥാനത്ത് താമര വിരിഞ്ഞതിൻ്റെയും ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി.ജെ.പി. പിടിച്ചതിന് ശേഷം ആദ്യ വരവ് കൂടിയാണ് അമിത്ഷായുടേത്. കൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, അതിന് മുന്നോടിയായിട്ടുള്ള മിഷൻ 2026 പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ. അദ്ദേഹം പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് പരിഗണന നൽകേണ്ടത്. ഒന്ന്, വികസനം മാത്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ആകമാനം നടപ്പിലാക്കുന്ന വികസനങ്ങൾ, ആ വികസനം കേരളത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. 2027 ഒരു വികസിത ഭാരതത്തിന്റെ ഭാഗമായി കേരളവും ഒരു വികസിത കേരളമായി മുന്നോട്ട് വരുമെന്നുള്ളതാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് വിശ്വാസ സംരക്ഷണമാണ്. ആ വിശ്വാസ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ, അത് കേരളത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വരുമെന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ വികസനം എന്നുള്ളത് ഇടത് വലത് മുന്നണികൾ ഇതുവരെയും നടപ്പിലാക്കിയ കാര്യമല്ല. ഒപ്പം തന്നെ വിശ്വാസ സംരക്ഷണത്തിനും ഇടത് വലത് മുന്നണികൾ പ്രധാനപ്പെട്ട പരിഗണന നൽകിയിട്ടില്ല. പക്ഷേ ബി.ജെ.പി. അങ്ങനെയല്ല. വിശ്വാസത്തിനും വികസനത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് ഉണ്ടാകുമെന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2024 തലസ്ഥാനത്തെത്തി പ്രവർത്തകരോട് സജ്ജരാകാനും മിഷൻ 2025 പ്രഖ്യാപിച്ചപ്പോൾ താനൊരു കാര്യം പറഞ്ഞതാണ്. തലസ്ഥാന നഗരത്തിലടക്കം ഭരണം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം നേരിട്ടെത്തി പത്മനാഭസ്വാമിയെ വണങ്ങുമെന്നുള്ളത്. അങ്ങനെ ഇന്ന് പത്മനാഭസ്വാമിയെ വണങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2026 പിടിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ജനപ്രതിനിധികൾക്കും ഒപ്പം തന്നെ സംസ്ഥാന ഘടകത്തിനും നേതൃത്വത്തിനും അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആലസ്യത്തിൽ ഇരിക്കേണ്ട സമയമല്ല, വിശ്രമത്തിലിരിക്കേണ്ട സമയമല്ല, അറിഞ്ഞു പ്രവർത്തിക്കേണ്ട സമയമാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രവും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളും ഓരോ ജില്ലയിലും ഓരോ പ്രാദേശിക തലത്തിലും ഓരോ വീടുകളിലും എത്തിക്കണം. ആ വഴി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഒപ്പം തന്നെ കേരളത്തിലൊരു ബി.ജെ.പി. മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാനുമുള്ള നടപടികൾ ബി.ജെ.പി. പ്രവർത്തകരും നേതൃത്വവും സ്വീകരിക്കണമെന്നുള്ളതും അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇടത് വലത് മുന്നണികൾക്കുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. വികസനം, വിശ്വാസം എന്നീ കാര്യങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഇടത് വലത് മുന്നണികൾ പ്രാധാന്യം നൽകിയിട്ടില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പ്രധാനമായും SDP-യുടെയും ഒപ്പം തന്നെ PFIയുടെയും വോട്ട് ബാങ്ക് മാത്രമാണ് ഇടത് വലത് മുന്നണികളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരണത്തിൽ എത്തിച്ചിട്ടുള്ളത്. അവർ അവിടെ നിന്ന് മാറുകയാണെങ്കിൽ പിന്നീട് ഇടത് വലത് മുന്നണികൾ വലിയ രീതിയിലുള്ള കൂപ്പുകുത്തലിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് മാത്രമല്ല
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് CPM ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ചിത്രത്തിലുണ്ടാകില്ല. UDFും കോൺഗ്രസും തമ്മിലായിരിക്കും ഇനി കേരളത്തിൽ മത്സരം ഉണ്ടാക്കാൻ പോകുന്നത്. UDFിനും അധികകാലം കേരളത്തിൽ നിലനിൽപ്പില്ല എന്നൊരു രൂക്ഷ വിമർശനം കൂടി അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ആവേശം, ആത്മവിശ്വാസം ഒക്കെ പകരുന്നതായിരുന്നു ഇന്ന് തലസ്ഥാനത്ത് ചേർന്ന ജനപ്രതിനിധി സമ്മേളനം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നതിൻ്റെ തീയതി അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ തലസ്ഥാനത്തെത്തിയത്. പ്രവർത്തകർക്ക് ആവേശമായത്. ഒപ്പം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ 2026 പ്രഖ്യാപിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അമൽ, യെസ്, തലസ്ഥാനത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.